കാസർഗോഡ് എം.എൽ.എ. എൻ.എ. നെല്ലിക്കുന്ന് AUP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. വീടിന് സമീപമുള്ള പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ തന്നെ എത്തിയാണ് എം.എൽ.എ. വോട്ടവകാശം വിനിയോഗിച്ചത്. സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ. സാരി പാലസ്, സാരീസ് ആൻഡ് സൽവാർസ്, KS റാവു റോഡ്, മാംഗ്ലൂർ. രാവിലെ 7 മണിക്ക് തന്നെ എത്തിയാണ് എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. ബൂത്തിലെ ആദ്യ വോട്ടറായി തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വോട്ടാണ് താൻ രേഖപ്പെടുത്തിയതെന്ന് വോട്ട് ചെയ്തതിനു ശേഷം സംസാരിക്കവേ എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് തന്റെ പ്രതിഷേധമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആ പ്രതിഷേധത്തിന്റെ വോട്ടാണ് ചെയ്തത്. കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കുമെന്നും എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. പറഞ്ഞു. റിബലുകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ലീഗ് മുന്നേറും. ഇത് സെമി പൊതുതെരഞ്ഞെടുപ്പാണ്. ഫൈനലിൽ UDF തന്നെ കേരളത്തിൽ വിജയിക്കുമെന്നും എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. പറഞ്ഞു. ആദ്യത്തെ വോട്ടാണ് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തു. ഈ വോട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ഒരു വോട്ടാണ്. ഇത് പ്രതികാരത്തിൻ്റെ വോട്ടാണ്. ആരോടുള്ള പ്രതികാരമാണ്, ആരോടുള്ള പ്രതിഷേധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തിലെയും നമ്മുടെ സംസ്ഥാനത്തിലെയും ജനങ്ങൾ ഒരുപാട് ദുരിതം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പൊറുതിമുട്ടിക്കഴിയുകയാണ്. അതാണ് പ്രതിഷേധം എന്ന് പറയുന്നത്. അവരെ ഈ നിലയിലെത്തിച്ച ഭരണകൂടത്തിനെതിരെ എല്ലാ ആളുകൾക്കും പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ പ്രതീകാത്മകമാണ് എൻ്റെ ഈ വോട്ട് എന്ന് ഞാൻ പറയുന്നത്. പ്രതിഷേധം ഫലം കാണും, തീർച്ചയായും ഫലം കാണും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ കണ്ടത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്മാരും നേതാക്കന്മാരുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയധികം ആവേശത്തിലുണ്ടാവുക. ഇത് അതല്ല. ഇത് എല്ലാ ജനങ്ങളും സാധാരണക്കായ ആളുകൾ വളരെ ആവേശത്തിലാണ്. അവർ ഒരു പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ റബലുകളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലീഗ് കഴിഞ്ഞ നഗരസഭയിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് വർദ്ധിത വീര്യത്തോടു കൂടി ഈ നഗരസഭ ലീഗ് വീണ്ടും ഭരിക്കാൻ പോവുകയാണ്. ഈ ത്രിതല പഞ്ചായത്തിൽ മാത്രമല്ല, ഇതൊരു സെമി ഫൈനലാണ്. അടുത്ത ഫൈനലിലും UDF തന്നെ ജയിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും സാധാരണ ഒരു കളിയിൽ 2 ടീമുകൾ മാത്രമാണ് മത്സരിക്കുക. കാണികൾ 2 വിഭാഗമായി തിരിഞ്ഞ് ഒരു ടീമിനെ പ്രോത്സാഹിപ്പിക്കും. ഇതല്ല, നമ്മൾ കാണാൻ പോകുന്നത് UDF എന്ന ടീമിനോടൊപ്പമാണ് കേരളത്തിലെ കാണികളായ ജനങ്ങൾ, മുഴുവൻ ജനങ്ങൾ. വാർഡിലെ UDF നേതാക്കളും MLA യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.